എനിവേ കാര്യങ്ങൾ വളരെ സ്മൂത്തായി ഞാൻ കൈകാര്യം ചെയ്തോളാം. നീ തൽക്കാലം വെക്കോ. അരിഷോ, ഞാനിപ്പോ അവനെ കാണണ്ടെന്ന് നിനക്ക് തീർച്ചയല്ലേ? തീർച്ച. യു മേ ഗോ നൗ. വീട്ടിലുണ്ടായാ മതി. ഞാൻ ഉടനെ അങ്ങോട്ട് വരാം, നിന്നെ അവന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവാൻ. രവി, പ്ലീസ്. മാർഷൽ. മൈ ഗോഡ്, ഇത് അന്ന് കിട്ടിയ അതേപോലത്തെ പേപ്പറാണല്ലോ. ഹാൻഡ് റൈറ്റിംഗ് അത് തന്നെ. അതെ കൃഷ്ണ, അതിലെഴുതിയിരുന്ന കാര്യം തന്നെയാ ഇതിലും. അതേ ഓട്ടോ ഡ്രൈവർ, അതേ സ്വപ്നം, അതേ ഭ്രാന്തൻ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കൃഷ്ണ. എന്താ ഇവിടെ എനിക്ക് ചുറ്റും നടക്കുന്നത്? എന്നെ ഭ്രാന്തിയാക്കാനാണോ ഇതെല്ലാം? ആണോന്ന്? നോ 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 നോ, യു റിലാക്സ്, കം ഓൺ. ഇതിന്റെ പിന്നിൽ കളിക്കുന്നത് ആ രാജാറാം സാർ ആണെങ്കിലൊന്ന് എന്റെ ഒരു ബലമായ സംശയം. നിന്നെയും രവിവർമ്മൻ സാറിനെയും തമ്മിൽ അകറ്റാൻ. ഇല്ല കൃഷ്ണ, ഇല്ല. രാജാറാം സാറ് ഇങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ടൊന്നും ചെയ്യുന്ന ആളല്ല. സാർ ഇതുപോലത്തെ പ്രശ്നങ്ങള് നേരിട്ട് മുഖത്ത് നോക്കി തന്നെ സംസാരിക്കുന്ന സ്വഭാവമുള്ള ആളാ. ഒരു വളച്ചുകെട്ടലില്ല. ഇങ്ങനൊക്കെ സംഭവിക്കുന്നതിന് വേറെ എന്തോ ആണ് കാരണം. ചിലപ്പോ നിനക്കും എനിക്കും അറിഞ്ഞൂടാത്ത മറ്റൊരാള് കൂടി ഇതിലുണ്ടാവും. മറ്റൊരാളോ? എന്നുവെച്ചാ നീ ഒന്ന് ആലോചിച്ചു നോക്ക്. രവി സാറ് ലണ്ടനിൽ പോണെന്ന് പറഞ്ഞിട്ട് പോയില്ല. പിന്നെ സാറ് പിസ്സ ഡെലിവറി ബോയുടെ രൂപത്തില് എന്റെ അടുത്ത് വന്നു. വീട്ടില് ബോഡി ഗാർഡ്സിനെ ഏർപ്പെടുത്തി. പിന്നെ നമുക്ക് പരീക്ഷ തലേന്ന് ചായ ഇട്ട് തരാൻ കൂടെ വന്നു. ആലോചിച്ചിട്ടോ ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഏതായാലും ഒരു കാര്യം ഉറപ്പാ, ഇതിലൊക്കെ എന്തോ കുഴപ്പമുണ്ട്, അത് തീർച്ച. അപ്പൊ നീ രവിവർമ്മൻ സാറിനെ വരെ സംശയിക്കുന്നാണോ ഞാൻ മനസ്സിലാക്കേണ്ടത്? അല്ലടി, അല്ല. രവിവർമ്മൻ സാറിന് എനിക്ക് വിശ്വാസം തന്നെയാ. എന്റെ മനസ്സിലുള്ളത് പലതും നിനക്ക് മനസ്സിലാവാത്തോണ്ടാ. ഇതൊക്കെ രവി സാറിനോട് സംസാരിക്കുന്നത് വരെ എനിക്കൊരു സമാധാനം കിട്ടില്ല. അതാ ഞാനിപ്പോ ആലോചിക്കുന്നത്. ശരി, വെറുതെ ഇനി ഇതിനെപ്പറ്റി ആലോചിച്ച് നീ വിഷമിക്കണ്ട. ഇപ്പൊ പറഞ്ഞല്ലോ രവിവർമ്മൻ സാറിനോട് സംസാരിക്കാന്ന്. അപ്പൊ നീ സംസാരിക്ക. എന്താ ഇപ്പൊ പോണോ നിനക്ക് സാറിനെ കാണാൻ? ഞാൻ ദീപുവിനോട് പറയാം ബൈക്കിൽ നിന്നെ ഒന്ന് കൊണ്ടുപോവാൻ. അല്ലെങ്കിൽ ഈ രാത്രി ഒന്ന് ഇരുട്ടി വെളുക്കാനുള്ള ക്ഷമ കാണിക്ക്. അത് കഴിഞ്ഞ കാണാൻ രവി സാറിന്. ഏതായാലും ഇപ്പോഴും നീ മറക്കാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്. വർമ്മൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ വാതില് ഇപ്പോഴും നിന്റെ മുന്നിൽ ഓപ്പൺ ആണ്. പോകണോ കാണണോ എന്ന് തീരുമാനിക്കേണ്ടത് നീ മാത്രം. വിളിച്ചിട്ടും കിട്ടുന്നില്ലല്ലോ. ഈ നന്ദൻ ദോസ്ത് എവിടെ പോയി കിടക്കണു? സരോജം,
നീ ഒരു മിനിറ്റ് ഇവിടെ ഇരുന്നേ പറയട്ടെ. എന്തു പറ്റി? നിങ്ങളാകെ വല്ലാതിരിക്കുകയാണല്ലോ. നമ്മുടെ ദോസ്തിനെ കുറിച്ചൊരു വിവരമില്ലടി. ഫോൺ വിളിച്ചിട്ട് എടുക്കണ പോലുമില്ല. അന്ന് ദോസ്തിനെ പോയി കണ്ടുവന്നതിന് ശേഷം ആളൊന്ന് ഫോൺ വിളിക്കുകയോ നമ്മുടെ വീട്ടിലേക്ക് വരികയോ ചെയ്തിട്ടില്ല. ദോസ്തിന് ഞാൻ കല്യാണത്തെക്കുറിച്ച് സൂചിപ്പിച്ചത് ഇഷ്ടപ്പെട്ടില്ല എന്നാ എന്റെ ഒരു പേടി. അതാണോ കാര്യം? അതെ, ആ കൊച്ചിന് എന്തെങ്കിലും തിരക്ക് കാണും. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങള്. അവൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയുന്ന പയ്യനാന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെന്ന് പറയും, ഇല്ലെങ്കിൽ ഇല്ല, അത്ര തന്നെ. ആ സാന്ദ്ര മാഡം സഹായിക്കാന്ന് പറഞ്ഞതാ. ഇപ്പതേ മാഡത്തിന്റെ ഒരു വിവരമില്ല. ചേടാ, എന്ന് പറഞ്ഞാ ഇതുപോലത്തെ കാര്യങ്ങൾ നമ്മളെ വേണം ഉത്സാഹം എടുക്കാൻ. അവരൊക്കെ വലിയ തിരക്കുള്ള ആൾക്കാരല്ലേ. അവരെപ്പോഴും നമ്മുടെ കാര്യം ചിന്തിച്ചോണ്ടിരിക്കോ? ഇല്ല. ശരിയാ. അതുകൊണ്ട് ഞാൻ ഇപ്പൊ ആലോചിക്കുന്നത് രവിവർമ്മ സാറിന് പോയി കണ്ട് മോളുടെയും നന്ദന്റെയും കാര്യം സംസാരിച്ചാലോന്നാ. എന്റെ കരിക്കോത്തിയമ്മേ, ഇതല്ലേ ഞാൻ എന്നേ തല കൈവച്ച് പറയുന്നത്. ഇപ്പോഴെങ്കിലും നിങ്ങളുടെ തല സൂര്യൻ ഉദിച്ചല്ലോ. ദൈവത്തിന് നന്ദി. നീ പറഞ്ഞത് ശരിയാടി. ഈ ബുദ്ധി എനിക്ക് നേരത്തെ പോയില്ല. രവിവർമ്മൻ സാറിനോട് കാര്യമായിട്ട് അവതരിപ്പിച്ച എല്ലാം പെട്ടെന്ന് നടന്നു കിട്ടും. നമ്മുടെ മോളുടെയും നന്ദൻ ദോസ്തിന്റെയും കല്യാണം നടുക്ക് നിന്ന് നടത്തി തരാൻ പറ്റിയ ഒരാള് രവിവർമ്മൻ സാറാ. അല്ല, അവളെവിടെ? കണ്ടില്ലല്ലോ. അവള് കൃഷ്ണ എടുത്തു പോയിട്ട് ഇതുവരെ മടങ്ങി വന്നിട്ടില്ല. നിങ്ങോട്ട് വരട്ടെ. ഒരു ഉത്തരവാദിത്വം ഇല്ല അവക്ക്. രാവിലെ ഓഫീസിൽ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് കുറെ കഴിഞ്ഞ് ബാഗ് കൊടുത്തൊരൊറ്റ പോക്ക്. പിന്നെ മടങ്ങി വന്ന് മൊഹം വലിച്ചു വാരി കയറ്റി കട്ടിലേക്ക് കയറി ഒരൊറ്റ കടത്തം. ദേ, ഇപ്പൊ കൃഷ്ണ എടുത്ത് പോയി വാചം അടിച്ചോണ്ടിരിക്ക. അവര് പിള്ളേരല്ലേടി, ഈ പ്രായത്തിൽ അങ്ങനെയൊക്കെ തന്നെയാ. നീ വല്ലതും കഴിക്കാനെടുത്ത് നോക്കി. എനിക്ക് രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കണം. റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോക്ക് വരും, അത് പോയി എടുക്കാനാ. നേരത്തെ ഉറങ്ങിയില്ലെങ്കിലേ ശരിയാവില്ല. അതൊക്കെ എന്റെ ഈശ്വരന്മാരെ, ഈ മനുഷ്യൻ എത്ര കാലായിട്ട് രാത്രിയും പകലും ഇല്ലാതെ അധ്വാനിക്കുന്നു. ഒരു ദിവസം പോലും സമാധാനമായിട്ട് കിടന്നുറങ്ങുന്നത് ഞാൻ കണ്ടിട്ടില്ല. മോളുടെ കല്യാണം ഒന്ന് കഴിഞ്ഞിട്ട് വേണം എല്ലാം ശരിയാക്കി എടുക്കാൻ. അല്ലറ ചില്ലറ കാശൊക്കെ സ്വരൂപിച്ച് ഒരു തീർത്ഥയാത്ര പോണം. എല്ലാം നടന്നാ മതിയായിരുന്നു. എന്റെ ദേവി. ശരിയപ്പോ. ശരി. ഒരു മിനിറ്റ്. പോകും മുൻപ് നീ ഇതിലൊന്നിൽ തൊട്ടെ ഒരു കാര്യത്തിനാ. ചുമ്മാതിരിക്കടി. എന്തൊക്കെ ചെയ്താലും നടക്കാനുള്ളത് നടക്കും. നീ അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. പ്ലീസ് എടി, ഒന്ന് തൊട്. എന്റെ ഒരു മനസ്സമാധാനത്തിനാ. താങ്ക് യു വെരി മച്ച്. എന്താടി, രവിവർമ്മൻ സാറ് നല്ല ആളാണെന്നാണോ വന്നത്? രവിവർമ്മൻ സാറ് നല്ല ആളാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഇപ്പൊ അതല്ല ഉദ്ദേശിച്ചത്. ഞാൻ കാരണം രവി സാറിന്റെ ജീവൻ എന്തെങ്കിലും അപകടം പറ്റുമോ ഇല്ലയോ എന്നായിരുന്നു. ഈ വിരലില് തൊട്ടാ അപകടമൊന്നും പറ്റില്ല എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. നീ കറക്റ്റ് ആയിട്ട് തൊട്ടു. ഞാൻ ഹാപ്പിയായി. അത് ശരി. അപ്പൊ ഞാനാണ് രവിവർമ്മൻ സാറിന്റെ ജീവൻ രക്ഷിച്ചതല്ലേ? നാളെ പോയി കാണുമ്പോ പറഞ്ഞേരെ, എനിക്കൊരു ട്രീറ്റ് നടത്തണമെന്ന്. അതിലിപ്പോഴും ഉണ്ടടി ഒരു കൺഫ്യൂഷൻ. നാളെ രവിവർമ്മൻ സാറിനോട് സംസാരിക്കാൻ ചെല്ലുമ്പോ രാജാറാം സാർ അവിടെ കാണും. എന്നെ കണ്ട സാർ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. അതാ ഒരു പേടി. അപ്പൊ രാജാറാം സാറിനെ പേടിച്ച് നീ രവിവർമ്മൻ സാറിനെ കാണാൻ പോകുന്നില്ലേ? പോണം, പോയേ പറ്റൂ. എന്നാ നീ രണ്ടും കൽപ്പിച്ചങ്ങ് പോണം. പേടിച്ചിരുന്നാൽ അതിനെ നേരം കാണും. അറിയാം, സാറിന്റെ ജീവൻ സാറിന് എത്ര വലുതാണോ അത്രയും മുഖ്യമാണ് എനിക്കും. സാറിന്റെ ജീവന് ദോഷം ചെയ്യുന്ന ഒന്നും ഞാൻ ചെയ്യില്ല. ഞാൻ ഓഫീസിൽ ചെന്നിട്ട് നേരിട്ട് പറയാം സാറിനോട്. സാറ് തീരുമാനിക്കട്ടെ, ഓഫീസിൽ രാജാറാം സാറ് വേണോ ശ്രീലക്ഷ്മി വേണോന്ന്.
ഹേയ് ഹലോ ഹേയ് 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 ഹലോ ഹലോ രാജാറാം സാർ, ജിഡിയെ പിടികൂടിയതറിഞ്ഞ് തുള്ളിച്ചാടി വന്നതായിരിക്കും അല്ലേ? നിന്നെ തോൽപ്പിച്ചു എന്ന അഹങ്കാരത്തോടെ തന്നെ പറയുക. നീ സ്മാർട്ട് ആണെങ്കിലേ ഞാൻ ഓവർ സ്മാർട്ടാ. 20 വർഷം ഞാൻ കാത്തിരുന്നത് നിന്റെ തോക്കിൻ മുനയിൽ അടിയറവ് പറയാനല്ല രാജാറാമേ. ആ കിടക്കുന്നവന്മാരൊക്കെ എന്നെക്കാളും ഓവർ സ്മാർട്ട് ആവാൻ ശ്രമിച്ചതാ, നിന്റെ വാക്കും കേട്ടിട്ട്. എന്നെ നീ ചെയ്യാൻ പറഞ്ഞതൊക്കെ അവന്മാരുടെ ശരീരത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി മേലിൽ ജിഡിയുടെ വഴിയിൽ വിലങ്ങുതടിയായി നിന്നെ കാണരുത്. നീ എന്റെ ഓർമ്മയിൽ പോലുമില്ല. എനിക്ക് വേണ്ടത് അവനെ, നിന്റെ ബോസിനെ. അത് നിന്നെ പോലുള്ള ഊച്ചാടി നാലാകിട ഗുണ്ടകളെ വെച്ചിട്ടല്ല, നേരിട്ട് തീർക്കും ഞാൻ അവനെ. എന്താടി ഇത്ര വൈകിയത്? കൃഷ്ണയോട് സംസാരിച്ചിരുന്നതാ അമ്മേ. നാളെ ഓഫീസിൽ പോകുന്ന കാര്യം എന്തായി? തീരുമാനിച്ചോ വല്ലതും? അതൊക്കെ നാളെ രാവിലെ സംസാരിക്കാമേ. നീ എന്താ വെള്ളം കുടിക്കുന്നേ? ഭക്ഷണം കഴിക്കാനൊന്നും ഉദ്ദേശിച്ചില്ലേ? എല്ലാം അവിടെ റെഡിയാക്കി വെച്ചിരിക്കാ. എനിക്ക് വിശപ്പില്ല, അമ്മ കിടന്നോളൂ, ഞാൻ എടുത്തു വെച്ചോളാം. ദേ, ഒരുപാട് കൂടുന്നുണ്ട് വാശിയും നിർബന്ധമൊക്കെ. എനിക്കൊരു വാശി നിർബന്ധവും ഇല്ല, വിശപ്പില്ലാത്തോണ്ടാ. അമ്മ കിടന്നോ? ഞാൻ കിടന്നോളാം. നാളെ ഒരുത്തൻ താലി കെട്ടി വീട്ടിൽ കൊണ്ട് കയറ്റേണ്ട പെണ്ണ. തിന്നാതെ കുടിക്കാതെ എല്ലരിച്ച് എന്നാലേ അവന്റെ തള്ള കുറ്റം പറയുന്ന എന്നെ ആയിരിക്കും. ഞാൻ നിനക്ക് സമയത്തും കാലത്തും ഒന്നും തിന്നാൻ തന്നില്ലാന്ന്. വെറുതെ ആൾക്കാരെ കൊണ്ട് എന്നെ പറയിപ്പിക്കരുത്. ഇപ്പോഴേ പറഞ്ഞില്ലെന്ന് വേണ്ട. ഓ, ഈ അമ്മയുടെ ഒരു കാര്യം. എന്നോ നടക്കേണ്ട കല്യാണത്തെക്കുറിച്ച് ഇന്നേ വഴക്കു പറയാ എന്നെ. രവിവർമ്മൻ സാറിന്റെ അമ്മ ഒരു പാവ. നേരിട്ട് കണ്ടില്ലെങ്കിലും എനിക്കറിയാം ആളിനെ. എന്റെ ദേവി, അരുതെന്ന് വിലക്കിയിട്ടും നാളെ ഓഫീസിൽ പോവുക. രാജാറാം സാറിനെ നേരിടാനുള്ള ശക്തി തരണേ.
എന്താ ഇവിടേക്ക് വന്ന? കിഴക്കമ്പലം ഗോഡൌൺ കാണാന്നല്ലേ പറഞ്ഞു. ഞാൻ അങ്ങോട്ടേക്ക് ഇറങ്ങുമായിരുന്നു. സോറി, നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അതാ നീ ഇറങ്ങും മുമ്പ് തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്താ? വീടി രാത്രി എങ്ങനെയോ രക്ഷപ്പെട്ടു. എന്താ നീ പറയുന്നത്? സോറി രവി, ഞാൻ ഗോഡൌണിലെത്താൻ അല്പം വൈകിപ്പോയി. പുറത്തുനിന്ന് ആരും അവനെ സഹായിച്ചെന്ന് വേണം കരുതാൻ. ഒറ്റയ്ക്ക് അവന് നമ്മുടെ പിള്ളേരെ അടിച്ചിടാൻ പറ്റില്ല. അത്രയ്ക്ക് അവർ ട്രെയിൻഡ് ആയിരുന്നു. ട്രെയിനിങ് തേങ്ങ കൊലയാ. ഇത്രയും സൗകര്യത്തിന് അവന് മൂക്കിന്റെ മുമ്പിൽ കെട്ടിയിട്ട് അവൻ രക്ഷപ്പെട്ടെങ്കിൽ നിന്നെ അവന്മാരെ ചാട്ട പറഞ്ഞടിക്കണം. ബ്ലഡി ഹെൽ. രവി, സോറി, സംഭവിച്ചു. പക്ഷെ അവൻ അങ്ങനെ രക്ഷപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ എന്റെ നാക്കിൽ വേറെ ചിലതൊക്കെ വരുന്നത്. നീ ഭയങ്കര ഓവർ സ്മാർട്ടാ. നീ എന്നെ ഒളിത്താവളത്തിൽ പാർപ്പിക്കാൻ കാണിച്ച ശുഷ്കാന്തിയുടെ 10% പോലും ജിഡിയുടെ കാര്യത്തിൽ കാണിച്ചിട്ടില്ല. തെറ്റുപറ്റി, ഞാൻ സമ്മതിച്ചല്ലോ. ഇനി എന്താ വേണ്ടതെന്ന്? നീ ഇനി ഒന്നും വേണ്ട നിന്റെ ഇനിയുള്ള സേവനം. അവൻ പെട്ടു എന്ന് അറിഞ്ഞ നിമിഷം ഞാൻ അങ്ങോട്ട് പുറപ്പെട്ടതല്ലേ. അപ്പൊ തൊഴുത് തടഞ്ഞ് നീ കുറെ ഡയലോഗ് പറഞ്ഞല്ലോ. അവനെ അങ്ങോട്ട് പുഴുങ്ങി ഫ്രിഡ്ജിൽ വെച്ച് കഷ്ണങ്ങളാക്കി എനിക്ക് അങ്ങോട്ട് തിന്നാൻ വെച്ചു തരുമെന്ന്. ഇപ്പൊ എന്തായി? നീ പറയുന്നതെല്ലാം കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. കേൾക്കാം. ഒരല്പം സാവകാശം കൂടി. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഇനഫ് ഈസ് ഇനഫ്. നീ ഇനി ഇക്കാര്യത്തിൽ ഒരു പുല്ലും ചെയ്യണമെന്നില്ല. ജിഡിയുടെ കാര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് ഇനി ഞാൻ തീരുമാനിക്കും. നോ രവി, നീ എടുത്തയാടുന്ന ആളാ. കുറച്ചു സമയം കൂടെ ഞാൻ ആവശ്യപ്പെട്ടുള്ളൂ. ജസ്റ്റ് എ ഫ്യൂ അവർ. നോ. എന്തിന്? ആ സമയം കൊണ്ട് നിന്നെ എന്നെ കൊന്നിട്ട് അവൻ ഈ രാജ്യം വിട്ടു പോകാനോ? സീ, ദിസ് ഇസ് മോർ ദാൻ ഇനഫ്. പറഞ്ഞല്ലോ, ഇക്കാര്യത്തിൽ ഇനി എനിക്ക് താങ്കളുടെ സേവനം ആവശ്യമില്ല. സമയത്ത് കഴിച്ച് മസിൽ വീർപ്പിക്കാനും കാശ് വാങ്ങി പേഴ്സ് നിറയ്ക്കാനും കുറെ എണ്ണത്തിന് ഇവിടെ തൊഴുത്തിലിട്ട് വളർത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. യു ക്യാൻ ക്വിറ്റ്. എനിക്കറിയാം ഇനി എന്നെ എങ്ങനെ നോക്കണമെന്ന്. രവി, എടാ, ഗെറ്റ് ക്ലോസ് ഐ സെഡ്. ഇറങ്ങി പോണോന്ന്. ഇതെന്ത് പോക്ക നീ പോന്നേ? ചോറും വെള്ളം ഇനി ആരെങ്കിലും പിന്നാലെ കൊണ്ട് തരണോ? അയ്യേ, നിന്റെ മുഖത്ത് നോക്കിയാൽ തന്നെ പരീക്ഷയ്ക്ക് പോകുന്നതിനേക്കാൾ വലിയ ടെൻഷനാണല്ലോ. എന്താടി, ഓഫീസിലുണ്ടോ നിനക്കിനി വേറെ പരീക്ഷ? അമ്മേ, ഞാൻ വൈകുന്നേരം വന്നിട്ട് സംസാരിക്കാം. ഇപ്പൊ ഞാൻ പോവാ. എന്തിനാടി രാവിലെ ആന്റിയുടെ വായിലിരിക്കുന്നത് കേൾക്കുന്നേ? ഓ, അതെന്നുള്ള സംഗീത കച്ചേരിയല്ലേ? ഞാനാകെ മൂഡ് ഓഫാ. ആ രാജാറാം സാറിനെ ഫേസ് ചെയ്യുന്ന കാര്യം ആലോചിക്കുമ്പോ പേടിയാവുന്നുണ്ട്. ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണടയ്ക്കാൻ പറ്റിയില്ല. നീ ഇത്ര തൊട്ടാവാടി ആയി പോവല്ലേ ശ്രീ. രാജാറാം സാറ് നിന്നെ പിടിച്ച് വിഴുങ്ങുമൊന്നുമില്ലല്ലോ. ചോദിച്ചാ പറയണം രവിവർമ്മൻ സാർ വിളിച്ചിട്ട ഓഫീസിൽ വന്നെന്ന്. ഏതായാലും രവിവർമ്മൻ സാറിന്റെ ടോപ്പിലൊന്നും അല്ലല്ലോ രാജാറാം സാറ്. നീ ധൈര്യമായി പോയി രവിവർമ്മൻ സാറിനോട് സംസാരിക്ക. ഓൾ ദി ബെസ്റ്റ്. ദൈവമേ, അവൾക്ക് ടെൻഷൻ ഒന്നും കൊടുക്കല്ലേ. എല്ലാം ഭംഗിയായിട്ട് കഴിയാൻ സഹായിക്കണേ.
മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ.